ഹായ് ഫ്രണ്ട്സ്, ആരമ്മ ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഡെൻഡ്രോബിയത്തിൻ്റെ സ്പെഷ്യൽ വെറൈറ്റീസിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കുറച്ച് സ്പെഷ്യൽ വെറൈറ്റീസ് ഡെൻഡ്രോബിയ സീഡ്ലിങ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഏതാണ്ട് 1 ഇയറിൽ കൂടുതൽ പ്രായമായിട്ടുള്ള സ്പെഷ്യൽ സീഡ്ലിങ്സ് ആണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന പ്ലാന്റ്സ്. അപ്പോൾ അതിൻ്റെ പ്ലാന്റ് സൈസും കളേഴ്സും എല്ലാം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഡെൻഡ്രോബിയ സ്പെഷ്യൽ സീഡ്ലിങ്സിൻ്റെ ഏതാണ്ട് ഒരു 10-30 കളറോളം നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. സ്പെഷ്യൽ സീഡ്ലിങ്സിൻ്റെ സൈസ് വന്നിട്ട് പലതും പല സൈസാണ്. ചിലത് നല്ല ചെറിയ പ്ലാന്റ്സ് ആണ്. ഇപ്പോൾ ഇതൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ പ്ലാന്റ് ആണല്ലോ. ഇതിൻ്റെ ID വന്നിട്ട് കിങ് ഡ്രാഗൺ എക്കപ്പോൾ എന്നുള്ള പ്ലാന്റ് ആണ്. അത് ചെറിയ പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത്. ചിലത് ഷൂട്ട്സ് ഒത്തിരി ഉണ്ടാവും, പക്ഷെ പ്ലാന്റ്സ് ചെറുതായിരിക്കും. ചിലത് 1 ഷൂട്ടേ ഉണ്ടാവും, ചിലത് 2 ഷൂട്ട് ഉണ്ടാവും. അങ്ങനെ പലതും പല സൈസിലാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് ചിലതിൻ്റെ സൈസിൽ വന്നിരിക്കുന്നത്. ഇത് വന്നിട്ട് 24 എക്കപ്പോൾ സ്പ്ലാഷ് 2055 എന്നുള്ള പ്ലാന്റാണ്. ഇത് വന്നിട്ട് നമ്മുടെ കാരോൾ എന്നുള്ളതിൻ്റെ പ്ലാന്റാണ്. ഇതൊക്കെ പിന്നെയും ഒരുവിധം സൈസുള്ള പ്ലാന്റ്സ് ആണ്, കുഴപ്പമില്ലാത്ത പ്ലാന്റ്സ് ആണ്. പിന്നെ ഇത് വെറ്റിഗോട്ടോ എന്നുള്ളതിൻ്റെ ചില വെറൈറ്റീസ് കുറച്ച് പ്ലാന്റ്സേ വന്നിട്ടുള്ളൂ, ചില വെറൈറ്റീസ് നല്ല ഒത്തിരി നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഇത് സീസസ് സ്ട്രൈപ്പ് എന്നുള്ള പ്ലാന്റ് ആണ്. കണ്ടോ, സീസസ് സ്ട്രൈപ്പിൻ്റെയൊക്കെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വലിയ ബുഷി പ്ലാന്റ് ആണ്. ഇതുണ്ടോ, വലിയ പ്ലാന്റ് ആണ്. വെറ്റിഗോട്ടോ സീസസ് ടൈപ്പ്. ഇത് ട്രിസാരയുടെ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് പിന്നെ സൈസുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ പല പ്ലാന്റ്സും പല സൈസാണ്. അപ്പം ഞാൻ ഇതിനകത്ത് ഒരുവിധം എല്ലാ പ്ലാന്റ്സും കാണിച്ചു തരാം. പിന്നീട് നിങ്ങൾക്ക് ഡൗട്ട് വരാൻ പാടില്ല ഞങ്ങൾ ചെറിയ പ്ലാന്റ് അയച്ചത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടൈം എടുത്തിട്ടാണെങ്കിൽ ഇതിനെ കാണിക്കുന്നത്. ഈ പ്ലാന്റ് കണ്ടോ, ചെറിയ പ്ലാന്റ് ആണ്. 24 കോഡ് 24ൻ്റെ പ്ലാന്റ് ആണ്. അതൊക്കെ മറ്റേ എക്കപ്പോൾ സ്പ്ലാഷിൻ്റെ പ്ലാന്റ്സ് ആണ്. ഈ കമ്പാരിറ്റീവ്ലി കുറച്ച് ചെറിയ പ്ലാന്റ്സ് വന്നിരിക്കുന്നത് അതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, സ്പെഷ്യൽ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് റേറ്റ് നമ്മൾ വലിയ പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോൾ പ്ലാന്റിന് നല്ല റേറ്റ് വരും. അപ്പോൾ അതിനൊരു വഴിയെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ചെറിയ പ്ലാന്റ്സ് വാങ്ങിച്ച് വളർത്തി അതിന് ഉഷാറാക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സീഡ്ലിങ്സ് വരുത്തുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല വില കൊടുത്തുള്ള പ്ലാന്റ്സ് ഒന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സീഡ്ലിങ്സ് കൂടുതലും വരുത്തുക. അപ്പം നമുക്ക് ഒരുവിധം എല്ലാ കളക്ഷൻസും നമുക്ക് മേടിക്കാനും പറ്റും. ഈ വലിയ പ്ലാന്റ്സ് 700, 600, 700, 800 റേഞ്ചൊക്കെയാണ് ചില പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം നമുക്ക് ഒരു വഴിയുള്ളത് ചെറിയ പ്ലാന്റ്സിനെ വളർത്തി നമുക്ക് കുറച്ച് ടൈം എടുത്താലും നമുക്ക് നല്ലൊരു കളക്ഷൻ, നല്ല വെറൈറ്റി ഫ്ലവേഴ്സിൻ്റെ കളക്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെയും പ്ലാന്റിൻ്റെ സൈസിലും നമുക്ക് ഭയങ്കരമായിട്ട് വ്യത്യാസം വരുന്നുണ്ട്. അതെല്ലാവരും മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് പ്ലാന്റ് ഓർഡർ ചെയ്യാനായിട്ട്. ബുറാന സൺഷൈൻ്റെ പ്ലാന്റാണ് ഇത്. നമ്മൾ കുറച്ച് സ്റ്റോക്ക് വരുത്തി കുറച്ച് പ്ലാന്റ് ഉഷാറായതിനു ശേഷം മാത്രമേ സെയിൽ ചെയ്യുള്ളൂ. അപ്പോൾ അത് അതിനകത്ത് ഇരുന്നിട്ട് വേര് വെച്ചു. അപ്പോൾ ഇതാണ് ബുറാന സൺഷൈൻ്റെ പ്ലാന്റ് കേട്ടോ. അതൊന്നും നമുക്ക് അത്ര കുഞ്ഞു പ്ലാന്റുകളല്ല. ഇത് വന്നിട്ട് പിങ്ക് ഹാപ്പി കോമ്പാക്റ്റം എന്നുള്ളതിൻ്റെ പ്ലാന്റാണിത്. പിങ്ക് ഹാപ്പി കോമ്പാക്റ്റം പ്ലാന്റ്. ഇത് ക്യൂൻ പിങ്ക് കാരൽ എന്നുള്ളതിൻ്റെ പ്ലാന്റാണ്. അത് ചെറുതിലെ തന്നെ ബഡ് വരുന്ന പ്ലാന്റാണ്. ഇതിനകത്ത് ഇപ്പം തന്നെ ബഡ് വന്നിട്ടുണ്ട് കണ്ടോ. ഇവിടെയൊക്കെ ബഡ് വന്ന ചെറുതിലെ തന്നെ ബഡ് വരും. അതാണ് ഈ ക്യൂൻ പിങ്കിൻ്റെ പ്രത്യേകത. ഈ പ്ലാന്റ് വന്നിട്ട് റാബിറ്റ് പ്രിൻസസ് എന്നുള്ള പ്ലാന്റ് ആണ്. അത് നല്ല ഉഷാറ് പ്ലാന്റ് ആണ് കേട്ടോ. നല്ല എല്ലാം മൾട്ടി ഷൂട്ടഡ് ആയിട്ടുള്ള നല്ല ഉഷാറ് പ്ലാന്റ് ആണ്. ഈ റാബിറ്റ് പ്രിൻസസിൻ്റെ എല്ലാം നല്ല വലിയ പ്ലാന്റ്സ് ആണ്. കുഴപ്പമില്ലാതെ ഒരുവിധം നല്ല സൈസുള്ള പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. ഇത് തന്നെ അടുത്തത് ഇത് റാബിറ്റ് വൈറ്റ് എന്നുള്ളതിൻ്റെ പ്ലാന്റാണ്. റാബിറ്റ് വെറൈറ്റീസ് അറിയാലോ, കുറച്ചൊരു ട്വിസ്റ്റ് പോലെ വരുന്ന ഒരു ടൈപ്പാണ് റാബിറ്റ് വൈറ്റ്. ഇതൊക്കെ റാബിറ്റ് വൈറ്റാണ്. ഇത് വന്നിട്ട്
ഡാർക്ക് യെല്ലോ പ്ലാന്റ് ആണ്. ഇതൊക്കെ കുറച്ച് ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വളർത്തിയെടുക്കുമ്പോഴേ നമുക്ക് പെട്ടെന്ന് അത് ഗ്രോത്ത് കാണിക്കുകയും ചെയ്യും. അതൊക്കെ ഇത് ഗ്രീൻ പിങ്ക് ട്വിസ്റ്റിൻ്റെ പ്ലാന്റ് ആണ്. ഈ സൈസാണ് ഗ്രീൻ പിങ്ക് ട്വിസ്റ്റ്. ഇത് പർപ്പിൾ ഗ്രീൻ 3 ലിപ്പ് എന്നുള്ളതിൻ്റെ പ്ലാന്റ് സൈസാണ് കേട്ടോ. പ്ലാന്റ് സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പം ഈ കാണിക്കുന്ന സൈസ് തന്നെ ആവണം എന്നുള്ളതാണ്. പർപ്പിൾ ഗ്രീൻ 3 ലിപ്സിൻ്റെ ഒരു പ്ലാന്റ് സൈസാണ് എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പ്ലാന്റ് ഓർഡർ ചെയ്യുന്നവർ എനിക്ക് അത് തന്നെ വേണമെന്ന് വാശി പിടിക്കല്ലേ. കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്ലാന്റ് സൈസുകൾ. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഞാൻ പെട്ടെന്ന് നല്ല ആദ്യത്തെ പ്ലാന്റ്സ് നല്ല ഉഷാർ പ്ലാന്റ്സ് നോക്കിയായിരിക്കും. ഇത് വന്നിട്ട് ഇതേപോലെ മ്യൂട്ടേറ്റ് പർപ്പിൾ ഗ്രീൻ 3 ലിപ്സ് എന്നുള്ളതിൻ്റെ പ്ലാന്റ് ആണ്. നല്ല പ്ലാന്റ്, കുഴപ്പമൊന്നുമില്ല. ഇത് യായ റെഡ് സ്പ്ലാഷ് എന്നുള്ളതിൻ്റെ പ്ലാന്റ് ആണിത്. യായ റെഡ് സ്പ്ലാഷ്. ഇതിൻ്റെ പ്ലാന്റ് സൈസാണ് ഈ കാണിക്കുന്നത്. അടുത്തൊരു അടിപൊളി വെറൈറ്റി ആണ് നമ്മുടെ പ്രിറ്റി ഡോൾ. പക്ഷെ പ്രിറ്റി ഡോൾ പ്ലാന്റിൻ്റെ വലിയ പ്ലാന്റിൻ്റെ സൈസ് അറിയാമല്ലോ. റേറ്റ് 650, ആ റേഞ്ചൊക്കെയാണ്. 600, 650, 550 ആ റേഞ്ചൊക്കെയാണ് വരിക. പക്ഷെ അതിൻ്റെ സീഡ്ലിംഗ് സൈസാണിത്. ആ സീഡ്ലിംഗ് സൈസ് ഉണ്ടോ, ചെറിയ പ്ലാന്റാണ്, കുഞ്ഞു പ്ലാന്റാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് അത്രയും വില കൊടുത്ത് പ്ലാന്റ് വാങ്ങിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെറൈറ്റീസ് ചെറിയ പോട്ടിൽ സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാവുന്നുള്ള, ഈസി ആയിട്ട് വളർന്ന് കിട്ടും കേട്ടോ. നല്ല ബുഷിയായിട്ട് പെട്ടെന്ന് വളർന്ന് കിട്ടുന്ന സാധനമാണ്. ഒരു അത്ര എന്താ പറയുക, നമ്മൾ കെയർ കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് സൈസ് കാണിക്കും. ഇത് ക്രീമി എന്നുള്ള പ്ലാന്റാണ്. ക്രീമി അതുകൊണ്ട് ഒറ്റ ഷൂട്ടാണ് വന്നിരിക്കുന്നത്. ഒറ്റ ഷൂട്ട് പ്ലാന്റാണ് കൂടുതലും വന്നിരിക്കുന്നത്. ഇതെല്ലാം ക്രീമിയുടെ പ്ലാന്റ്സ് ആണ്. ഇതാണ് ക്രീമിയുടെ പ്ലാന്റ് സൈസ്. നല്ല ഹൈറ്റ് ഉണ്ട്, പക്ഷേ ഒറ്റ ഷൂട്ട് 2 ഷൂട്ട് മാക്സിമം വരുന്ന പ്ലാന്റ് ആണ്. ഇത് ഗിഫ്റ്റ് ബൈ ഗോഡ് മ്യൂട്ടേറ്റ് എന്നുള്ളതിൻ്റെ പ്ലാന്റ് സൈസാണ്. ഗിഫ്റ്റ് ബൈ ഗോഡ് മ്യൂട്ടേറ്റ്. ചില പ്ലാന്റ്സിനൊക്കെ ടാഗ് ഉണ്ട് കേട്ടോ. ചില പ്ലാന്റ്സിന് ടാഗ് ഇല്ലാത്ത പ്ലാന്റ്സ് ആണ്. ചിലതിനെല്ലാം ടാഗ് ഉണ്ട്. ഇത് സ്റ്റാർ ബ്രൈറ്റിന്റെ പ്ലാന്റ് ആണ്. സ്റ്റാർ ബ്രൈറ്റ്. ഇതെല്ലാം നമ്മൾ വലിയ പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോഴത്തേക്കും റേറ്റ് ഭയങ്കരമായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇത് യെല്ലോ ട്വിസ്റ്റ് എന്നുള്ളതിന്റെ പ്ലാന്റ് ആണ്. യെല്ലോ ട്വിസ്റ്റ് ഈ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഓരോന്നായിട്ടിന് പ്രത്യേകം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഒരുവിധം സൈസ് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഈ വെറൈറ്റീസ് എല്ലാം കിങ് ഡ്രാഗൺ വെറൈറ്റീസിൽ ഒരു 4-5 വെറൈറ്റി പല കളേഴ്സിലുണ്ട്. ഞാൻ സൈഡിൽ എന്തായാലും ഇതിൻ്റെയൊക്കെ പിക്ക് കാണിക്കുന്നുണ്ട്, ലാസ്റ്റ് അതിൻ്റെ പിക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരുവിധം സൈസുള്ള പ്ലാന്റ്സ് ആണ്, കുഴപ്പമില്ലാത്ത പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഒരു 45 നിങ്ങളുടെ കോഡ് നോക്കുവാണെങ്കിൽ DS 45, 46, 47 ഒക്കെ കുഴപ്പമില്ലാത്ത പ്ലാന്റ് ആണ്. ഇത് പക്ഷെ അതേപോലെ 48 കോഡ് ഇനോബി എന്നുള്ള പ്ലാന്റിൻ്റെ സൈസാണ്. ഇനോബി രണ്ട് സൈസ് ഉണ്ടല്ലോ, വളരെ ചെറിയ പ്ലാന്റ് ആണ്. അപ്പം അത് അയച്ചു തന്നു കഴിഞ്ഞിട്ട് എനിക്ക് വളരെ ചെറിയ പ്ലാന്റാണ് കിട്ടിയത്, ഈ വിലയ്ക്ക് ഭയങ്കര നഷ്ടമാണ് എന്ന് പറയരുത് എന്നുദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ പ്ലാന്റ് സൈസ് ഞാൻ എല്ലാവർക്കും കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് നഷ്ടമില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇത് ഓർഡർ ചെയ്യാം. ഇത് വന്നിട്ട് ബേബി ഹാപ്പി ഹോളിഡേ എന്നുള്ളതിൻ്റെ പ്ലാന്റ് സൈസാണ്. അതും ചെറിയ പ്ലാന്റാണ്, പക്ഷെ ഫ്ലവർ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ 2 സ്പെഷ്യൽ വെറൈറ്റീസിലെ പ്ലാന്റ്സ്. ഇതൊക്കെയാണ്. ഒരു പ്രധാനപ്പെട്ട വെറൈറ്റിയാണ് നമ്മുടെ യായ കോമ്പാക്റ്റം. യായ കോമ്പാക്റ്റം എല്ലാവരും സീഡ്ലിങ്സ് ചോദിക്കുന്ന വെറൈറ്റിയാണ്. അപ്പോൾ യായ കോമ്പാക്റ്റത്തിൻ്റെ സീഡ്ലിങ്സ് ആണ് ഇത്. ഈ സൈസേ ഉള്ളൂ കേട്ടോ യായ കോമ്പാക്റ്റത്തിൻ്റെ. പക്ഷേ യായ കോമ്പാക്റ്റൊക്കെ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ എത്ര പ്ലാന്റ് ചെറുതാന്നൊക്കെ. അതിനകത്ത് തന്നെ ബഡ് വന്നിട്ടുണ്ട്. ഓക്കെ, യായ കോമ്പാക്റ്റ. അപ്പോൾ അതാണ് യായ കോമ്പാക്റ്റിൻ്റെ പ്രത്യേകത. അതാണ്. ഈ കോമ്പാക്റ്റം വെറൈറ്റീസ് ഒക്കെ അടിപൊളി കേട്ടോ, പെട്ടെന്ന് ഫ്ലവർ വരുന്നത്. ഈ ഒരു പ്ലാന്റ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നുണ്ടോ പൂവ്.
അപ്പോൾ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഇഷ്ടമുള്ള വെറൈറ്റീസ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. നമ്മുടെ സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് നമുക്ക് പ്ലാന്റിൻ്റെ ഓർഡർ ചെയ്യാനുള്ള ഫോൺ നമ്പർ കാണിക്കുന്നുണ്ട്. അതിനകത്തേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പ്ലാന്റ് ഞങ്ങളുടെ വാട്സാപ്പിലേക്ക് വരികയും ചെയ്യും കേട്ടോ. പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെയൊക്കെ കറക്റ്റ് അപ്ഡേറ്റ് പുതിയ സ്റ്റോക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇടുന്നത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ്. അത് ഇഷ്ടമുള്ളവർ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പുതിയ വരുന്നതിൻ്റെ ഉടനെ അപ്ഡേറ്റ് ഇടുന്നത് അതിനകത്തായിരിക്കും. നിങ്ങൾ 1 മുതൽ 4 പ്ലാന്റുകൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ട് 150 രൂപയാണ് വരിക. അതേസമയം നിങ്ങൾ 5 പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് എടുക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 140 രൂപയായിരിക്കും. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 5 പ്ലാന്റിൻ്റെ കോംബോ ആണ്. അതേസമയം നിങ്ങൾ 10 പ്ലാന്റിൻ്റെ കോംബോ 10 10ൽ കൂടുതലോ ഉള്ള പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരു പ്ലാന്റിന് നിങ്ങൾക്ക് 130 രൂപ ഈ സ്പെഷ്യൽ വെറൈറ്റീസിന് റേറ്റ് വരത്തുള്ളൂ കേട്ടോ. 130 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ അടിപൊളി പ്ലാന്റ്സ് നല്ല കളറായിട്ടുള്ള പുതിയ വെറൈറ്റീസ് ആയിട്ടുള്ള ഈ ഡ്രാഗൺ വെറൈറ്റീസും പ്രത്യേകതകൾ പോലത്തെ അടിപൊളി വെറൈറ്റീസൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമാക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോ ഓഫർ. ഇതാണ് ഡെൻഡ്രോബിയ സീഡ്ലിങ്സ് മേടിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ കണ്ണും പൂട്ടി അത് പോർട്ട് ചെയ്യരുത്. ഫസ്റ്റ് ടൈമൊക്കെ നടന്നവർ, ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോർട്ട് ചെയ്യുക. അപ്പോൾ ആ രീതിയിലൊക്കെ പോർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാന്റ് പോലും നശിച്ചു പോവാണ്ട് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ പ്ലാന്റ് പോർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മൾ എടുത്ത് കാണിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് പരാതി സങ്കടം പോലെയൊക്കെ ഇങ്ങനെ സ്ഥിരം കേൾക്കുന്നതാണ്. ഈ പ്ലാന്റ് മേടിച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ അവർക്കൊരു സങ്കടം. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാൽ അവർക്ക് സങ്കടമായിരിക്കും. അയ്യോ പ്ലാന്റ് ഭയങ്കര ചെറുത് നശിച്ചു പോകുമെന്ന് തോന്നുന്നു എന്നൊക്കെ. അപ്പം നിങ്ങൾ അതൊന്നും ടെൻഷൻ അടിക്കണ്ട. കാരണം നശിച്ചു പോകാനാണെങ്കിൽ ഞങ്ങൾ ഇവിടെ എന്തോരം പ്ലാന്റ് നശിച്ചു പോകേണ്ടതാണ്. അപ്പം നിങ്ങൾ അതിൻ്റെയൊക്കെ പ്രോപ്പർ കെയർ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സ് എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി അതിനനുസരിച്ച് നിങ്ങൾ വളവും കാര്യങ്ങളും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഇതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് വളർന്ന് കിട്ടുകയും ചെയ്യും. ചെറിയ വിലയിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡെൻഡ്രോബിയത്തിൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ചെറിയ സീഡ്ലിങ്സ് മേടിച്ചാലുള്ള ഒരു ഗുണം. നിങ്ങൾക്ക് കുറേ കളക്ഷൻസ് കുറച്ച് ടൈം നിങ്ങൾ കളയേണ്ടി വരും അതൊന്ന് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഈ സ്പെഷ്യൽ വെറൈറ്റീസ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരെ പെട്ടെന്ന് മെസ്സേജ് ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫെലനോപ്സിസിൻ്റെ പുതിയ കളക്ഷൻസ് ആണ്. അപ്പോൾ കുറച്ച് പുതിയ കളേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് നമുക്ക് മെസ്സേജ് അയക്കുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം. അതിൻ്റെ വീഡിയോ നമുക്ക് താമസിയാതെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്ലാൻസ് പുതിയ കളേഴ്സ് കുറച്ച് പ്ലാൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലാൻസാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മെച്ചുവർ പ്ലാൻസും നല്ല വലിയ സൈസ് പ്ലാൻസിൻ്റെ ഇതും വന്നിട്ടുണ്ട്. അതാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അതാണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ അത് ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം. നമ്മുടെ വീഡിയോ സ്പെഷ്യൽ സീഡ്ലിങ്സിനെ കുറിച്ചുള്ള ഡെൻഡ്രോബിയ സ്പെഷ്യൽ സീഡ്ലിങ്സിനുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് ഒന്ന് അയച്ചു കൊടുക്കുക. അവർക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു, ബൈ.